ശ്രീമാത്രേ നമഃ. മനസ്സിനെ ശാന്തിയിലേക്കും ആത്മാവിനെ പ്രകാശത്തിലേക്കും നയിക്കുന്ന ഒരു യാത്രയിലേക്ക് സ്വാഗതം. ഓരോ വാക്കും ഓരോ ശ്വാസവും നമ്മെ എല്ലാവരെയും ദേവിയിലേക്ക് നയിക്കട്ടെ. ആധ്യാത്മിക പാതയിൽ നിങ്ങൾ വൈകിയിട്ടില്ല. ലളിതമായി ക്ഷമാശീലം പഠിക്കുകയാണ്. പ്രകൃതിയിൽ എല്ലാം വികസിക്കുന്നതിന് അതിൻ്റേതായ ഒരു വേഗതയുണ്ട്. ഒരു വിത്ത് മുളയ്ക്കുന്നത് അതിൻ്റെ ശരിയായ കാലാവസ്ഥയിലാണ്. ഒരു പൂവ് വിരിയുന്നതിനുള്ള സമയം, ഒരു വൃക്ഷം അതിൻ്റെ ഫലത്തെ രൂപപ്പെടുത്തുന്നതിനെടുക്കുന്ന സമയം, അങ്ങനെ എല്ലാറ്റിനും ഒരു സമയക്രമമുണ്ട്. നമ്മുടെ മനസ്സിനും ശാന്തത കൈവരിക്കുന്നതിന് ചിലപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ വേണ്ടി വന്നേക്കാം. ഇവയൊന്നും നമുക്ക് ബലപ്രയോഗത്തിലൂടെ വേഗത്തിലാക്കാൻ കഴിയില്ല. ഇതുപോലെ ആധ്യാത്മിക പുരോഗതിക്കും ഒരു ദൈവീകമായ സമയക്രമമുണ്ട്. അത് നമ്മുടെ നിയന്ത്രണത്തിലുമല്ല. ആഴത്തിൽ വേരോടിയിരിക്കുന്ന നമ്മുടെ ശീലങ്ങളും റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ചിന്തകളും ക്രമേണ കുറഞ്ഞ് മനസ്സ് പ്യൂരിഫൈഡ് ആകാൻ സമയമെടുക്കും. നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നു, ഉടനടിയുള്ള ട്രാൻസ്ഫോർമേഷൻ ആധ്യാത്മിക പാതയിൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. ക്ഷമ എന്നത് കാത്തിരിപ്പല്ല, മറിച്ച് വിശ്വസിക്കലാണ്. ദേവിയെ ആഴത്തിൽ വിശ്വസിക്കുക എന്നത് പ്രാപഞ്ചികമായ താളത്തോടുള്ള ഒരു ഒത്തുചേരലാണത്. ദേവിക്ക് നന്നായി അറിയാം എപ്പോൾ കൊടുക്കണം, എന്തു കൊടുക്കണം, ആർക്ക് കൊടുക്കണം എന്നുള്ളത്. നമ്മൾ ചോദിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. പ്രാർത്ഥന, ആഗ്രഹം, ശ്രമം ഇവയെല്ലാം തന്നെ നിങ്ങളുടെ സാധനയുടെ ഭാഗങ്ങളാണ്. വെറും ഒരു മനുഷ്യ മനസ്സിന് പരാശക്തിയായ ദേവിയുടെ സമയക്രമത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് മനസ്സിൻ്റെ പാകത കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്, മണിക്കൂറുകളോ ദിവസങ്ങളോ കൊണ്ടല്ല. നിങ്ങളുടെ ഈ ജീവിത കാലയളവിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ദേവീ സാധനയിൽ മുഴുകാൻ ഒരവസരമുണ്ടായാൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യമുള്ളവരും അനുഗ്രഹീതരുമാണെന്ന് ഉറപ്പിച്ചോളൂ. കാരണം സാധനകളിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ് ദേവീ സാധന. അതിനു മുകളിൽ മറ്റൊന്നില്ല. ദേവി പരമോന്നയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിനിയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ചാലകശക്തി. അതുകൊണ്ട് തന്നെ ആ ശക്തി സ്വരൂപിണിയെ ആരാധിക്കാനുള്ള അവസരം എല്ലാ പേരിലും ഈസിയായി എത്തുകയുമില്ല. ഇനി ദേവിയെ ആരാധിക്കുവാനുള്ള ശരിയായ സമീപനമൊന്ന് നോക്കാം. ആദ്യമായി ഗണപതി സാധന. ഏതൊരു പ്രാർത്ഥനയിൽ